മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിലത്തെ പ്ലാന്റ്സ് മാത്രമാണ് ഞങ്ങൾ മണ്ണുത്തി ഗാർഡനിലൂടെ സെയിൽ നടത്തുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത് കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാതും അവസാനം വരെ കാണണേ. പിന്നെ മാത്രമല്ല, ഇതാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കൂടി ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു തിപ്പലിയുടെ ചെടിയാണ്. തിപ്പലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പനി, ചുമ, ജലദോഷമൊക്കെ വരുന്ന സമയത്ത് ഇത് ഉണക്കി പൊടിച്ച് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. മാത്രമല്ല ഗ്രാഫ്റ്റിംഗ്, കുരുമുളക് ഗ്രാഫ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഉള്ളത് ആഫ്രിക്കൻ മല്ലിയിലയാണ്. അപ്പോൾ സാധാരണ മല്ലിയിലേക്ക് പകരം നമുക്ക് സാമ്പാറിലും രസത്തിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് പച്ചമഞ്ഞളും കസ്തൂരി മഞ്ഞളിൻ്റെയും തൈകളാണ്. ഇത് നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് നമുക്കിത് വാങ്ങാൻ കിട്ടും, പക്ഷെ അത് ഒറിജിനലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മഞ്ഞൾപ്പൊടിയാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ തൈകളും നിങ്ങൾക്ക് മണ്ണുത്തി ഗാർഡനിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഇത് കാണിച്ചിരിക്കുന്നത് ഇഞ്ചിയുടെ തൈകളാണ്. അപ്പോൾ ഇഞ്ചി തൈകളൊക്കെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ്, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനും സാധിക്കും. പിന്നെ ഇത് നാച്ചുറൽ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്ന നീലാമരിയുടെ ചെടിയാണ്. അപ്പോൾ മിക്കവാറും ഇപ്പോൾ കുറേ ആൾക്കാർ നീലാമരിയുടെ ചെടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു തൈ നമ്മുടെ വീട്ടിൽ വെച്ച് വളർത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിന്, നമ്മുടെ സ്വന്തം ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ്. 3 കളറിലുണ്ട്, വെള്ള, വയലറ്റ്, നീല നിറത്തിലുള്ള ശംഖുപുഷ്പ ചെടികളും ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ കേശ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന കയ്യോന്നി, ബ്രഹ്മി, പിന്നെ കറ്റാർവാഴ തുടങ്ങിയ ചെടികളും, പിന്നെ ദന്തപാലയും നമ്മൾ താരനൊക്കെ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെടികളും ഇപ്പോൾ കിട്ടും. അപ്പോൾ ഇത് വേണ്ടിയിട്ട് നമ്മളടുത്ത് കോൺടാക്റ്റ് ചെയ്താൽ മതി.